ഇറാൻ തിരിച്ചടിച്ചു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും സൈനിക ക്യാമ്പും മേധാവികളെയും വധിച്ച ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടിയായി 100ഓളം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തു. ഇറാൻ ഒന്നിലധികം മിസൈലുകൾ വിജയകരമായി പതിപ്പിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സ്ത്രീ മരിക്കുകയും 63 പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി. ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രവും ലക്ഷ്യം വെച്ച് ഇറാന് ആക്രമിക്കാൻ സാധിച്ചില്ല. മറിച്ച് ടെൽ അവീവിന്റെ എവിടെയെങ്കിലും പോയി മിസൈൽ വീഴട്ടെ എന്ന രീതിയിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറാൻ മിസൈൽ വിടുകയായിരുന്നു. മുൻപ് ഹമാസും ഇസ്രായേലിലേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് മിസൈൽ വിടുന്നത് അതേ രീതിയിലാണ് ഇറാൻ സ്വീകരിച്ചത്. ഇറാൻ തിരിച്ചടിച്ചപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഇസ്രായേലിലുടനീളം സൈറനുകൾ മുഴങ്ങി. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ കേട്ടു. ഇസ്രായേലിലേക്ക് 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ IRNA അറിയിച്ചു. ഇസ്രായേലിന്റെ ആകാശത്തേക്ക് ഇറാന്റെ മിസൈൽ ഉൽക്കകൾ വീഴുന്നത് പോലെ എത്തിയപ്പോൾ രാജ്യത്തുടനീളമുള്ള ഇസ്രായേലികൾ ബങ്കറിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ആക്രമണത്തിൽ 60-ലധികം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. അതിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു സ്ത്രീ ഉൾപ്പെടെ പിന്നീട് മരണമടഞ്ഞു. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും നിരവധി പേർക്ക് മിതമായ പരിക്കേറ്റതായും മാഗൻ ഡേവിഡ് ആദം പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് നേരിയ പരിക്കുകളോ കടുത്ത ഉത്കണ്ഠയോ അനുഭവപ്പെട്ടു. കെട്ടിടങ്ങളിൽ പരിമിതമായ എണ്ണം ആഘാതങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ചിലത് ഇന്റർസെപ്ഷൻ ശകലങ്ങൾ മൂലമാണ് ഉണ്ടായത് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ US ഇസ്രായേലിനെ സഹായിച്ചതായി ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിരവധി മിസൈലുകൾ മധ്യ ഇസ്രായേലിൽ പതിച്ചു. ടെൽ അവീവ് പ്രദേശത്തെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. നിരവധി ആഘാത സ്ഥലങ്ങളിൽ പുക ഉയരുന്നതും കണ്ടുവെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ബാലിസ്റ്റിക് മിസൈൽ പതിച്ച ടെൽ അവീവിന് പ്രദേശത്തെ കെട്ടിടങ്ങളിൽ ഒന്നിൽ നിന്ന് ഹോം ഫ്രണ്ട് കമാൻഡ് സൈനികർ ഒരു സാധാരണക്കാരനെ രക്ഷപ്പെടുത്തിയതായും അറിയിച്ചിട്ടുണ്ട്. അയൺഡോം ആകാശത്ത് തകർത്ത ഒരു മിസൈലിന്റെ ഒരു വലിയ ഭാഗം വടക്കൻ ഇസ്രായേലിലെ ഒരു പട്ടണത്തിൽ പതിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തതായും പോലീസ് പറഞ്ഞു. 90% ഇറാൻ മിസൈലുകളും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞു നിർത്തുകയോ രാജ്യത്ത് എത്തുന്നതിന് മുൻപേ പരാജയപ്പെടുത്തുകയോ ചെയ്തുവെന്ന് IDF വക്താവായ ബ്രിഗേഡിയർ ജനറൽ FE ഡെഫ്രിൻ പറഞ്ഞു. മിസൈൽ ആക്രമണത്തിന്റെ സ്ഥലങ്ങളോ ദൃശ്യങ്ങളോ പ്രസിദ്ധീകരിക്കരുതെന്നും IDF പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ശത്രു അതിന്റെ ആക്രമണശേഷി മെച്ചപ്പെടുത്തുന്നതിനായി ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനാൽ ചിത്രങ്ങളൊന്നും എടുക്കരുത് എന്ന് ഇസ്രായേലികൾക്ക് IDF മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആദ്യ മിസൈൽ പതിക്കുന്നതിന് ഏകദേശം 10 മിനിറ്റ് മുൻപ് രാത്രി 9 മണിക്ക് തൊട്ടു പിന്നാലെ ഇസ്രായേലികൾക്ക് ഫോൺ അലേർട്ടുകൾ അയച്ചിരുന്നു. ഇറാനിലെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ അവ എത്തുന്നതിന് തൊട്ടു മുൻപേ തന്നെ സൈറനുകൾ മുഴങ്ങി. ശനിയാഴ്ച പുലർച്ചെ 1 മണിക്ക് ശേഷം വീണ്ടും മിസൈലുകൾ തൊടുത്തുവിട്ടു. ഏകദേശം 25 മിനിറ്റിന് ശേഷം ഇസ്രായേലികൾക്ക് അവരുടെ അഭയകേന്ദ്രങ്ങൾ വിട്ടുപോകാൻ പൂർണ്ണ അനുമതി ലഭിച്ചു. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായും ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ IRNA അവകാശപ്പെട്ടു. ഇറാന്റെ നാതൻസിലെ വലിയ ഭൂഗർഭ ആണവ കേന്ദ്രവും മറ്റ് ആണവ സൈനിക കേന്ദ്രങ്ങളും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തകർത്തതിന്റെ പ്രതികാരമാണ് ഈ ആക്രമണമെന്ന് ഇറാൻ അധികാരികൾ അവകാശപ്പെട്ടു. ഇസ്രായേലിലെ ഡസൻ കണക്കിന് ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ പറഞ്ഞു. ഇസ്രായേലുമായി ഇറാൻ വലിയൊരു യുദ്ധം ആരംഭിച്ചതായും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉള്ളതിനാലാണ് യുദ്ധമെന്നും അയത്തുള്ള ഖമേനി പറഞ്ഞു. ഇസ്രായേലിലെ ഹിറ്റ് ആൻഡ് റൺ ആക്രമണങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. സയനിസ്റ്റ് ഭരണകൂടം അതിന്റെ കുറ്റകൃത്യത്തിന്റെ അനന്തരഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിലെ സാധാരണ ജനസാന്ദ്രതയിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടതിന് ശേഷം ഇറാൻ ചുമപ്പ് രേഖകൾ ലംഘിച്ചുവെന്ന് പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കി. ഇസ്രായേൽ പൗരന്മാരെ ജനങ്ങൾ സംരക്ഷിക്കുന്നത് തുടരും. ആയത്തുള്ള ഭരണകൂടം അതിന്റെ ഹീനമായ പ്രവർത്തനങ്ങൾക്ക് വളരെ വലിയ വില നൽകേണ്ടി വരുമെന്നും ഉറപ്പായെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.